ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ആഗമനകാലത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു സീനിയർ വൈദികൻ്റെ അടുക്കിലേക്ക് പോയ ഒരു സംഭവം ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. അതൊരു മഴക്കാലമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മേടയിൽ ചെല്ലുമ്പോൾ ഞങ്ങളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചയാണ് അവിടെ കണ്ടത്. ഏതാനും പാത്രങ്ങൾ മുറിയിൽ നിരത്തി വച്ചിരിക്കുന്നു, ബക്കറ്റും മറ്റ് ചെറിയ ചെറിയ പാത്രങ്ങളും. ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞങ്ങളവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞ് മഴ പെയ്തപ്പോൾ ഞങ്ങൾ കാണുന്നത് ആ മേട മുഴുവനും ചോർച്ചയാണ്. ഞങ്ങൾ ആ വൈദികനോട് ചോദിച്ചു, അച്ഛന് ഈ മേട പുതുക്കി പണിതുകൂടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഞങ്ങളെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം പറയുകയാണ്, ഇവിടുത്തെ ദേവാലയം ഇത്രയും മോശമായി കിടക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് എൻ്റെ മേട പണിയാൻ തോന്നുക എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ദൈവപുത്രൻ മനുഷ്യനായി പിറന്ന വലിയ മനുഷ്യാവതാര രഹസ്യത്തിൻ്റെ സന്ദേശം ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന വചനഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുക. ഈ ഭാഗത്ത് നമ്മൾ അധികം ചിന്തിക്കാത്ത കാതലായ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ദാവീദ് രാജാവ് നാഥാൻ പ്രവാചകനോട് ഇപ്രകാരം പറയുന്നുണ്ട്, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു, എന്നാൽ ദൈവത്തിൻ്റെ കൂടാരം പേടകത്തിലിരിക്കുന്നുവെന്ന്. ഞാൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയും. നാഥാൻ പ്രവാചകൻ പറയുന്നുണ്ട്, അത് വളരെ നല്ല കാര്യമാണ്. അദ്ദേഹം രാജാവിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നാഥാൻ പ്രവാചകൻ ഉണ്ടാകുന്നുണ്ട്. ദാവീദിനോട് ഇപ്രകാരം പറയുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. വെറും ഇടയബാലനായിരുന്ന നിന്നെ മേച്ചിൻ സ്ഥലത്തു നിന്നും എടുത്ത് രാജാവായി ഉയർത്തിയത് ഞാനാണ്. നിൻ്റെ അനേകം പ്രവൃത്തികളിൽ നിനക്ക് വിജയമായി ഞാൻ നിൻ്റെ കൂടെയുണ്ടായിരുന്നു. ഇപ്രകാരം ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അനേക കാര്യങ്ങൾ നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് പറയാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരു വംശമായി ഉയർത്തും. നിൻ്റെ ദിനങ്ങൾ കഴിഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിൻ്റെ ഔസരപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ രാജ്യസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തുമെന്ന്. ഇവിടെ കർത്താവ് നാഥാനോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ചരിത്രം സൃഷ്ടിക്കുന്നത് ദൈവമാണ്. ഇന്ന് പലപ്പോഴും മനുഷ്യൻ മറന്നുപോവുകയും അവന് തന്നെ പ്രവൃത്തികളിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ചരിത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ദൈവമാണ്. ദാവീദിൻ്റെ വംശത്തിലൂടെ തൻ്റെ രാജ്യം സുസ്ഥിരമാക്കുന്നത് ദൈവം തന്നെയാണെന്നാണ് കർത്താവ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ നമ്മോട് പറയുക. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഗബ്രിയേൽ മാലാഖ ദൈവത്തിൻ്റെ കൽപ്പന പരിശുദ്ധാമ്മയെ അറിയിക്കുമ്പോൾ ഈ ഒരു പ്രവചനമാണ് അവിടെ പൂർത്തീകരിക്കപ്പെടുക. രക്ഷയുടെ മാർഗം എപ്പോഴും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യരെല്ലാവരും തന്നെ അതിൽ ഭാഗവാക്കുകളായിത്തീരുന്നു എന്ന് മാത്രം. പരിശുദ്ധമ്മയ്ക്ക് വേണമെങ്കിൽ ഗബ്രിയേൽ ദൂതനോട് ഇപ്രകാരം പറയാമായിരുന്നു, ഞാൻ അവിടുത്തെ ഹിതം നിറവേറ്റിക്കൊള്ളാമെന്ന്. എന്നാൽ പരിശുദ്ധമ്മയുടെ മറുപടി ഇപ്രകാരമാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന്. രക്ഷാകരമായ ചരിത്രം അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. നമ്മളെല്ലാവരും എളിമയോടുകൂടി ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മാറുമ്പോഴാണ് നമുക്ക് ആ രക്ഷയിലേക്ക് പ്രവേശിക്കാനും ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. പരിശുദ്ധമ്മയുടെ സ്തോത്രഗീതത്തിൽ പരിശുദ്ധമ്മ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ആത്മാവ് രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നുവെന്ന്. അതിന് കാരണമായിട്ട് പറയുന്നത് അവൻ ശക്തമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന്. പരിശുദ്ധമ്മയുടെ സ്തോത്രഗീതത്തിലെ എല്ലാ പ്രവൃത്തികളുടെയും കർത്താവ് ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളുടെയും ആരംഭം ദൈവമായിട്ട് മാറുമ്പോഴാണ് നമ്മൾ പരിശുദ്ധമ്മയെ പോലെ നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് സ്തോത്രഗീതം ആലപിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയുള്ളൂ. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന കാതലായ സന്ദേശം ഇത് തന്നെയാണ്.
യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം അത് ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് നമ്മളെല്ലാവരും തന്നെ വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നു. ഇപ്രകാരം ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോഴാണ് ആ രക്ഷയുടെ ഭാഗമായി തീരാനും നമ്മുടെ ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് എപ്രകാരം നമ്മൾക്ക് നടന്നെടുക്കാൻ സാധിക്കുന്നുവെന്ന് പരിശുദ്ധമ്മ തൻ്റെ ജീവിതം വഴിയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ പരിശുദ്ധമ്മ നമ്മൾക്ക് കാണിച്ചു തരിക. നമ്മൾ ശ്രവിക്കുന്ന വ്യക്തികളാവുക, ദൈവവചനം ഉൾക്കൊള്ളുന്ന വ്യക്തികളാവുക, ദൈവവചനം ജീവിക്കുന്ന വ്യക്തികളാവുക. ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകുന്ന ആദ്യത്തെ കൽപ്പനയാണ്. നമുക്കറിയാം, ഏറ്റവും പ്രധാനമായ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ ഒന്നാമത്തെ കൽപ്പനയ്ക്ക് ശക്തിയായി നിൽക്കുന്നത് ശ്രവിക്കുക എന്ന കൽപ്പനയാണ്. ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുസ്മരിക്കുക എന്നർത്ഥമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകളെ അനുസ്മരിക്കുക, ദൈവത്തിൻ്റെ വലിയ കാരുണ്യം അനുസ്മരിക്കുക. ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന അല്ലയോ ഇസ്രായേലെ ശ്രവിച്ചാലും എന്ന കൽപ്പന, അത് അടിമത്തത്തിൽ ഇസ്രായേൽ കഴിഞ്ഞിരുന്നപ്പോൾ എപ്രകാരമാണ് കർത്താവിൻ്റെ കാരുണ്യം അവരെ സന്ദർശിച്ചത്, എപ്രകാരമാണ് ഈജിപ്തിൽ നിന്നും അത്ഭുതകരമായ വിധത്തിൽ അവർ രക്ഷിക്കപ്പെട്ടത്. ഇപ്രകാരമുള്ള ഒരു അനുസ്മരണത്തിലേക്ക് കർത്താവ് അവരെ ക്ഷണിക്കുകയാണ്. ഇപ്രകാരം കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യഥാർത്ഥമായ ശ്രവണത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകളെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും പരിശുദ്ധമയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുക വചനം ഉൾക്കൊള്ളുന്ന സ്ത്രീയായിട്ടാണ്. കർത്താവിൻ്റെ വചനം എളിമയോടുകൂടി തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന പരിശുദ്ധ അമ്മ. ദൈവപുത്രൻ്റെ അമ്മയായിരിക്കുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ നിയോഗമാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ നിയോഗമുള്ള ഒരു സ്ത്രീ അത് ദൈവത്താൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ത്രീയാണ്. പരിശുദ്ധമ്മയ്ക്ക് വേണമെങ്കിൽ തൻ്റെ ജീവിതത്തിനെക്കുറിച്ച് പരാതിപ്പെടാമായിരുന്നു. കാരണം എന്തുമാത്രം അപകടകരമായ അപമാനകരമായ സംഭവവികാസങ്ങളിലൂടെയാണ് മാതാവ് കടന്നു പോവുക. അപ്പോഴെല്ലാം ദൈവപുത്രൻ്റെ മാതാവിനെ ദൈവം സംരക്ഷിക്കേണ്ടതല്ലായിരുന്നു. എന്നാൽ നമുക്കവിടെ കാണാൻ സാധിക്കുക യാതൊരു പരാതിയുമില്ലാതെ തങ്ങളുടേതായ പ്രയത്നത്തിലൂടെ ഓരോ ദുർഘട സാഹചര്യങ്ങളെയും പരിശുദ്ധമ്മയും വിശുദ്ധ യൗസേപ്പും അതിജീവിക്കുന്നതാണ്. നമ്മുടേതായ യാതൊരു പ്രവൃത്തികളും കൂടാതെ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിജയം കണ്ടെത്താൻ സാധിക്കുകയില്ല. വീണ്ടും പരിശുദ്ധമ്മ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം ഇതാണ്: വചനം ജീവിക്കുക. പരിശുദ്ധമ്മ ശ്രവിച്ച, ജീവിതത്തിൽ ഉൾക്കൊണ്ട വചനത്തെ തൻ്റെ ജീവിതത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. ദൈവത്തിന് വേണ്ടി തന്നെ പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുമ്പോൾ അവിടെ പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുന്ന ഒരു ജീവിത കർത്തവ്യമുണ്ട്. ആ കർത്തവ്യത്തിന് അനുകൂലമായ ഒരു ജീവിത രീതിയാണ് പരിശുദ്ധമ്മ നിറവേറ്റുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ എപ്രകാരമുള്ള ദൈവവിളിയിലൂടെയാണ് കടന്നു പോകുന്നത്, ആ ദൈവവിളിക്ക് അനുസൃതമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ പൂർണ്ണമായും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ക്രിസ്തുമസ് ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ രക്ഷാകരമായ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെയും അനുഗ്രഹിക്കട്ടെ. ചരിത്രം സൃഷ്ടിക്കുന്നത് ദൈവമാണ്. ആ ദൈവിക ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. പുൽക്കൂട്ടിൽ ജാതനാകുന്ന ഉണ്ണിയേശു നമ്മുടെ ജീവിതത്തിന് കൂടുതൽ സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.